ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നല്ല അടിയൊട്ടിയുള്ള ഒരു പാത്രം എടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മാവിന് 1.25 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം അളന്നൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, എന്നാലേ ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ആവത്തുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. നല്ല തിള വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് മാവ് അളന്ന് മാറ്റി വെച്ചേക്കുവാണ്. നേരത്തെ വെള്ളം എടുത്ത് അതേ കപ്പിൽ തന്നെയാണ് മാവും അളന്നെടുക്കേണ്ടത്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മാവായതുകൊണ്ടാണ് ഒന്നിച്ചങ്ങ് ഇടുന്നത്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ട് ആരെങ്കിലും ഒരാൾ ഇട്ട് തന്നാലേ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ പത്തിരി ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്, എന്നാലേ മാവ് എല്ലാ സ്ഥലത്തും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഞാനൊരു 2 മിനിറ്റ് അടച്ച് വെച്ചേക്കുവാണ്. തീ ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുവാണ്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇത് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് ചൂടോടുകൂടി തന്നെ കുഴയ്ക്കാൻ നോക്കുക. നമ്മൾ കൈക്ക് പറ്റുന്നത്ര ചൂടോടുകൂടി കുഴയ്ക്കുക. ഇതിപ്പോൾ മാവ് നല്ല ചൂടുണ്ട്. മാവ് ഒട്ടും തണുത്തു പോകരുത്. ഈ ഒരു പരുവത്തിലായിട്ട് പോലും മാവ് കുറച്ച് ചൂടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഞാനൊരു 3-4 ഉരുളകൾ മാത്രമേ ആദ്യം ഉരുട്ടി എടുക്കുന്നുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് അടച്ച് വെക്കണം, അല്ലെങ്കിൽ മാവ് ചൂട് പോയി വല്ലാതെ അങ്ങ് തണുത്തു പോവും. ഇതിപ്പോൾ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയതിന് ശേഷം ബാക്കിയുള്ള ഉരുളകളാക്കാം. നേരത്തെ പത്തിരിക്ക് എടുത്ത അതേ അരിപ്പൊടി തന്നെയാണ് ഇത് മാവ് മുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് പറ്റുന്നത്ര നൈസായിട്ട് പരത്താൻ നോക്കുക. ഇതിപ്പോൾ നല്ലപോലെ നൈസായിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ്, ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നാലേ ഇത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നല്ല ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മാവെല്ലാം ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ അങ്ങ് പരത്തി വയ്ക്കാം. ഇതിപ്പോൾ എനിക്ക് 1 കപ്പ് മാവിന് 15 പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇനി പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ച പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമുക്ക് ഈ പത്തിരി ചുട്ടെടുക്കാൻ ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം. നമ്മളിതിങ്ങനെ അമർത്തി കൊടുത്തോണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ പൊള്ളി വരും. അപ്പോൾ നല്ലപോലെ പൊള്ളി വരുന്നുണ്ട് പത്തിരി. നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിനായാലേ ഈ പത്തിരി നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. എല്ലാ പത്തിരിയും പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരു 10-15 മിനിറ്റ് കൊണ്ട് മൊത്തം ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.